ഓക്കെ, വെൽക്കം ടു വൺസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ അനാലിസിസ് 1-ലെ ഫസ്റ്റ് മൊഡ്യൂളിലെ മൊമെന്റേരിയ മെത്തേഡിലെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൊമെന്റേരിയ മെത്തേഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് തിയറി പാർട്ടായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോബ്ലം ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. നോർമലി മൊമെന്റേരിയ മെത്തേഡിൽ നിന്ന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ വരുന്നത്. ഒന്നുകിൽ ഒരു ക്യാൻലിവർ ബീം അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ അകത്ത് പല ടൈപ്പ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ UDL ആവാം, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് ആവാം, അല്ലെങ്കിൽ UDLും പോയിന്റ് ലോഡ് കൂടിയൊരു സിറ്റുവേഷനിൽ വരുന്ന ഒരു ക്യാൻലിവർ ബീമിൻ്റെ അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൊമെന്റേരിയ തിയറംസ് എങ്ങനെയാണ്, എന്താണ് പറയുന്നത്. മൊമെന്റേരിയ തിയറംസ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് തിയറം പറയുന്നത് M/EA ഡയഗ്രത്തിൻ്റെ M/EA ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഡിവൈഡഡ് ബൈ EI M/EA ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്ലോപ്പ് തരുമെന്നും അതേപോലെ തന്നെ അതിൻ്റെ മൊമെന്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതെന്നും എന്ന് നമുക്ക് മൊമെന്റേരിയ തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ ക്യാൻലിവർ ബീം യൂസിങ് മൊമെന്റേരിയ മെത്തേഡ്. ഇവിടെ തന്നിട്ടുണ്ട് E = 10⁻⁵ Nm² എന്നും I = 1000 10⁵ mm⁴ എന്നും. അപ്പം ഞാൻ അതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. I എന്ന് പറയുന്നത് 10⁵ എന്നുള്ളത് I = ഈ 10⁻³ കൂടെ കൂട്ടിയിട്ട് 10⁸ mm⁴ എന്ന് എഴുതുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മൊമെന്റേരിയ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനെയാണ് M ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, M ഡയഗ്രം എന്നും പറയുന്നു. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് യു ഹാവ് ടു ഡ്രോ ദ M/EA ഡയഗ്രമാണ്. ക്വസ്റ്റിൻ്റെ അകത്ത് ഈ മോഡുലസ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ ഉണ്ട്, I ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് M/EA ഡയഗ്രം നമുക്ക് വരയ്ക്കണം. അപ്പോൾ M/EA ഡയഗ്രം വരച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് = M/EA ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് M/EA ഡയഗ്രത്തിൻ്റെ മൊമെൻ്റ് ആയിരിക്കും. ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും ഈ പറയുന്ന M/EA ഡയഗ്രത്തിൻ്റെ മൊമെൻ്റ് ആയിരിക്കും ആ സ്ട്രക്ചറിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ഇത് A എന്ന് കൊടുക്കുന്നു, ഇത് B എന്ന് കൊടുക്കുകയാണ്, ഇത് C ആണ്. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻലിവർ ബീമാണ്. ആ ക്യാൻലിവർ ബീമിൻ്റെ അകത്ത് 2 പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. രണ്ടിൻ്റെയും സ്പാൻ തന്നിട്ടുണ്ട് 1 മീറ്റർ ഈച്ചാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ 20 kN ഫോഴ്സ് ഉണ്ട്. ഈ C എന്ന് പറയുന്ന പോയിന്റ്, അതായത് നമ്മൾ ആദ്യമേ എടുക്കുന്നു MB എടുക്കുകയാണെന്ന് വിചാരിക്കാം. MB എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഈ ക്യാൻലിവർ ബീമിന്റെ B എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെന്റ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബിയിൽ ഒരു 20 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളൊന്നുമില്ല. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഫോഴ്സ് കാരണം ബിയിലുണ്ടാക്കുന്ന മൊമെന്റ് ആണ്. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്തത് MC ആണ്. സിയിലുള്ള മൊമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിയിലുള്ള മൊമെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഫോഴ്സ് ഉണ്ട്? ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, 20 kN ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 20 ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 20 kN ആയിരിക്കും അതിൻ്റെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത A ആണ്. A എന്ന് പറയുന്നത് അതിൻ്റെ ഫിക്സഡ് എൻഡ് ആണ്. അതുകൊണ്ട് MA എന്ന് പറയുന്നാൽ 2 ഫോഴ്സുകൾ, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 പോയിന്റ് ലോഡുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒരു 20 kN ലോഡുണ്ട്, വീണ്ടും ഒരു 20 kN ലോഡുണ്ട്. അപ്പോൾ ആദ്യത്തെ 20 kN ലോഡ് എയിലുണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 + 1 2 മീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 2 പ്ലസ് അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ 2 മീറ്റർ 20 kN ലോഡാണ്. ആ 20 kN ലോഡ് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. സോ യു വിൽ ഗെറ്റ് 40 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 kN ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതെങ്ങനെയൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് C ആയതുകൊണ്ട് തന്നെ ഇത് $20 kN ആണ്, ഇത് 60 kN ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കിട്ടി. അത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ M/EA ഡയഗ്രം. M ഡയഗ്രം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമാണ്. അപ്പോൾ M/EA ഡയഗ്രം എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ EA ആണ്. ജനറലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതേപോലെ ഡയഗ്രം വരച്ചു.
ഇത് 20/EA ആണ്. നമുക്കറിയാം ഇത് 20 ആയിരുന്നു എന്ന്. അപ്പോൾ ഇത് 20/EA ആണ്. അഗെയിൻ ഇത് എന്ന് പറയുന്നത് 60/EA ആയിരിക്കും. നമുക്കറിയാം 60 kN/m ആയിരുന്നു. അപ്പോൾ 60/EA ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ M/EA ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. M/EA ഡയഗ്രം നമുക്കൊന്ന് വരയ്ക്കാം. ഇത് 20/EA ആണ്. ഇത് ടോട്ടൽ നമുക്കറിയാം ഇത് 60/EA ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ സെക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന നോൺ ഫിഗേഴ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനെ A1 എന്ന് പറഞ്ഞെടുക്കുന്നു. ഇനി ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഇതൊരു A2 എന്ന് പറഞ്ഞൊരു റെക്ടാങ്കിൾ ആയിട്ട് എടുക്കുന്നു. ഇതൊരു A3 ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈ സെയിം വാല്യൂ തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20/EA ആയിരിക്കും. സോ ദ റിമൈനിങ് പോർഷൻ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 40/EA ആയിരിക്കും. എങ്കിലാണ് നമുക്ക് എത്ര കിട്ടുള്ളൂ? ടോട്ടൽ 60/EA നമുക്ക് കിട്ടും. ഇനി ഓരോ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം. ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. അങ്ങനെയാണ് എങ്കിൽ A1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ഇൻറ്റു ബേസിന്റെ വാല്യൂ എത്രയാണ്? 1 മീറ്റർ ആണ്. ഇൻറ്റു അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20/EA ആണ്. സോ നമുക്ക് കിട്ടും 10/EA. അപ്പൊ A1 എന്ന് പറയുന്ന പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 10/EA ആണ്. അടുത്തത് A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോർഷൻ ആണ്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20/EA ആണ്. സോ ദ ഏരിയ വിൽ ബി ഈസ് ഈക്വൽ ടു 20/EA ആയിരിക്കും. അടുത്ത A3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോർഷൻ ട്രയാങ്കിൾ ആണ്. ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 40/EA ആണ്. സോ ദ വാല്യൂ വിൽ ബി 20/EA. സോ ദ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 50/EA. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? M/EA ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 50/EA എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മോട് ചോദിച്ചിരിക്കുന്ന സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ്. സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം M/EA ഡയഗ്രം ദാ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 50/EA എന്ന് കിട്ടി. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 50/EA എന്ന് കിട്ടി. നമുക്ക് ഈ പോയിന്റിലെ, അതായത് ഇത് B ആണ് എങ്കിൽ B എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മൊമെന്റ് ഏരിയ തിയറത്തിൽ നമ്മൾ പറയുന്നത്, തിയറം 1 പറയുന്നത് ആക്ച്വലി ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M/EA ഡയഗ്രത്തിന്റെ ഏരിയ ആയിരിക്കും എപ്പോഴും. അതിന്റെ ഏറ്റവും ലോവസ്റ്റ്, അതായത് സ്ലോപ്പ് 0യും സ്ലോപ്പ് മാക്സിമം ആവുന്ന പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൻഡിലിവർ ബീം എപ്പോഴും ഡിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് ഉണ്ടാവുക, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമവും മിനിമവും തമ്മിലുള്ള ഡിഫറൻസുകളുടെ ഇടയ്ക്കുള്ള ഏരിയ അതായിരിക്കും M/EA ഡയഗ്രത്തിന്റെ ഈ ഏരിയയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0യും ഇപ്പറേ മാക്സിമം വാല്യൂ വരുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ പോർഷന്റെ ഏരിയ ആയിരിക്കും അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 50/EA നമുക്ക് കിട്ടും. ഇനി ഇത് ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് 50 ഇൻറ്റു കിലോന്യൂട്ടൺ ആണ്. 50 കിലോന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് വരും. കാരണം എന്താ? ഈ ഫോഴ്സ് കിലോന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ EI. ഇയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ? 10⁵5 നമുക്കറിയാം. ഇൻറ്റു ഐയുടെ വാല്യൂ 10⁸8 ആണ്. ദെൻ ഈ കിലോന്യൂട്ടൺ മീറ്റർ സ്ക്വയറിനെ എങ്ങനെ ന്യൂട്ടൺ MM-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ഇൻറ്റു കിലോന്യൂട്ടനെ MM-ലേക്ക് മാറ്റാൻ 10⁻3, അതായത് 1 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1000 ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ സ്ക്വയർ, അതായത് മീറ്ററിനെ MM-ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരുന്നത്? കിലോമീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻6 എന്ന് വരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 10⁸8.
ദാറ്റ് ഈസ് ഈക്വൽ ടു 50 into 10 raised to 9 divided by 10 raised to 13. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 into 10 raised to 10 divided by 10 raised to 13 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10 raised to minus 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005 റേഡിയൻസ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.005 റേഡിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, എങ്ങനെയാണ്? ഒരു കാൻഡിലിവർ ബീമിൻ്റെ അകത്ത് 2 പോയിന്റ് ലോഡ് വന്നു. ആ പോയിന്റ് ലോഡ് വന്നിട്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50/EA നമുക്ക് കിട്ടി. ആ 50/EA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 എന്ന് പറയുന്നത് ഈ നമുക്കറിയാം യൂണിറ്റ് ഇവിടെ കിലോമീറ്ററിലാണ് കിടക്കുന്നത്, ഇവിടെ മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50 into കിലോമീറ്റർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. കിലോമീറ്ററിനെ ന്യൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മീറ്റർ സ്ക്വയറിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 raised to 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.005 റേഡിയൻ. സ്ലോപ്പിന്റെ യൂണിറ്റ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിളാണ്. ആംഗിളിന്റെ യൂണിറ്റ് എന്തായിരിക്കും? തീറ്റ. തീറ്റയുടെ യൂണിറ്റ് എപ്പോഴും ഒന്നുകിൽ റേഡിയൻ അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടുന്നത് റേഡിയനിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.005 റേഡിയൻസ് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് ഈ പറയുന്ന M/EA ഡയഗ്രാം വേണം. M/EA ഡയഗ്രത്തിന്റെ മൊമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. സോറി, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് 3ആയിട്ട്. ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. അപ്പൊ A1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? A1 ഈസ് ഈക്വൽ ടു 10/EA എന്ന് നമുക്ക് കിട്ടി. A2 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20/EA ആൻഡ് A3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ 20/EA. ഈ 3 ഫോഴ്സുകളും അല്ലെങ്കിൽ ഈ 3 ഏരിയകളും ഈ പറയുന്ന പോയിന്റ്, അതായത് ബിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റിനെയാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ മൊമെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഏരിയ A1 ആണ്. A1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 10/EA എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഈ എയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ട്രയാങ്കുലർ ലോഡാണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് വരിക? ഈ കൂർത്തിരിക്കുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും 2/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. നേരെ മറിച്ച് ഇപ്പുറത്തു നിന്നാണെങ്കിൽ 1/3 ആണ്. ഇവിടെ നിന്നാകുമ്പോൾ 2/3 ആണ്. സോ 10/3 ഇൻറ്റു 2/3 ഓഫ് എത്രയാ അവിടെയുള്ളത്? 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. പ്ലസ് അടുത്തത് പ്ലസ് രണ്ടാമത്തത് A2 ആണ്. A2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 20/EA ആണ്. അത് ഇൻറ്റു ഇനി അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഓൾറെഡി ഇവിടെ നോട്ട് ഇവിടം വരെ നമുക്ക് എത്ര മീറ്റർ ഉണ്ട്? 1 മീറ്റർ ഉണ്ട്. ഇൻറ്റു 1 പ്ലസ് റെക്ടാങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ സെന്ററിലായിരിക്കും. സെന്റർ എന്ന് പറഞ്ഞാൽ 1/2 പകുതിയിലായിരിക്കും. ഇനി മൂന്നാമത്തെ ഫോഴ്സ്, മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ A3 ആണ്. A3 അഗൈൻ എത്രയാണ് വരുന്നത്? 20/EA ആയിരിക്കും. ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ നോട്ട് ഇവിടെ വരെ വരാൻ നമുക്കൊരു 1 മീറ്റർ ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി 2/3 ഓഫ് ദിസ് ഏരിയ, ദിസ് ഡയമെൻഷൻ 1 മീറ്റർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതെന്ന് പറഞ്ഞാൽ 20/3A എന്ന് വരുന്നു. പ്ലസ് ഇത് വരുമ്പം 2 plus 1 3/2 that is equal to 360/2EA plus 1 plus 1/3. 1 plus 1/3 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 3 plus 1 4/3 that is equal to 80 this is 20/EA, then this is equal to 21 plus this value will be 30/EA. 20 plus 1.5 that is equal to 30/EA. Then next value will be, this value will be plus 100/3EA. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 20/3A plus 30/EA plus then again 100/3A. ഇതിൽ കോമൺ ഡിനോമിനേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ that will be 20/3A plus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 90/3A plus 100/3A. That is equal to 210 divided by 3EA. That is equal to 70/EA. അപ്പം നമുക്ക് ഇതിന്റെ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 70/EA എന്ന് നമുക്ക് കിട്ടി. ഇത് റബ്ബ് ഇത് കളയാണ്.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ മൊമെന്റ് എം ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 70/EA എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഫ്ലക്ഷൻ ആണ്. അതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 70 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൊമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്ത് വരും? മീറ്റർ വരും. ഡിവൈഡഡ് ബൈ EA. സോ 70 ഇൻറ്റു കിലോമീറ്ററിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു മീറ്റർ സ്ക്വയറിനെ mm ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിനെ mm ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10�3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഗെയിൻ ഇയുടെ വാല്യൂ നമുക്കറിയാം 10⁵ ആണ്. ഇൻറ്റു ഐയുടെ വാല്യൂ നമുക്കറിയാം 10⁸ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടി? ഇവിടെ 7 ഇൻറ്റു എത്ര വന്നു? 1, 4, 10, 13 10⁻13 ഡിവൈഡഡ് ബൈ 10⁻13 ക്യാൻസൽ ചെയ്ത് പോയി. ദ വാല്യൂ വിൽ ബി 7 mm. നമുക്ക് എത്ര കിട്ടി? 7 mm എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതായിരിക്കും നമ്മളുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഓർക്കുക, എപ്പോഴും ഒരു കാൻലിവർ ബീം ആവട്ടെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആവട്ടെ, മൊമെന്റ് ഏരിയ തിയറംസ് വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ആയിരിക്കും, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റ് ആയിരിക്കും. ഈ ഏരിയ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ് അതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.